അതിശക്തമായ പ്രക്ഷോഭമാണ് ഏതാനും സമയത്തിനുള്ളിൽ ഡൽഹിയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കേന്ദ്രം കേരളത്തിനെതിരായി ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധത്തിനെതിരായ വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, മന്ത്രിമാർ എല്ലാവരും ചേർന്ന് ജനാധിപത്യപരമായ വലിയ സമരത്തിന് നേതൃത്വം നൽകുകയാണ്. ഇന്നലെയാണ് കർണാടകയുടെ ഐതിഹാസികമായ സമരം ഇവിടെ നടക്കേണ്ടായത്. പല സംസ്ഥാനങ്ങളും ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ നയസമീപനത്തിൽ വലിയ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തീർച്ചയായും കേരളത്തിലെ ജനങ്ങളോടുള്ള വലിയ അവഗണന, ആ അവഗണനയ്ക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടം ഏറ്റെടുക്കാൻ ചുമതലയുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ജനാധിപത്യപരമായ ആ ചുമതല ഏറ്റെടുത്തവർ എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടം സംഘടിപ്പിക്കുന്നു. ജനങ്ങളാകെ നിറഞ്ഞ മനസ്സോടെ ആ സമരത്തോടൊപ്പം ഉണ്ട്. ഞങ്ങളിപ്പോൾ മണ്ഡലത്തിൽ നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ ജനങ്ങളാകെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണം, നിങ്ങളുടെ അതിശക്തമായ പോരാട്ടത്തിനോടൊപ്പം ഞങ്ങളെല്ലാവരുമുണ്ട്. അത് ഒരൊറ്റ മനസ്സായി ജനങ്ങൾ ആ വലിയ സമരത്തെ നോക്കിക്കാണുന്നു. ജനങ്ങളുടെ സമരമായി മാറി, ജനങ്ങളുടെ സമരം തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ തന്നെ ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹിയിലെ വിവിധങ്ങളായ മേഖലകളിലുള്ള മലയാളികളാകെ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ, പ്രത്യേകിച്ച് ഈ സമരം സംഘടിപ്പിക്കുന്ന ഈ ഘട്ടത്തിൽ ഇവിടെ എത്തിച്ചേരുകയാണ്. അപ്പം മലയാളികളുടെ ആകെ, കേരളത്തിൻ്റെ ആകെ ഒരു സമരമായി ഈ സമരം മാറുകയാണ്. തികച്ചും ന്യായമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ, കേരളത്തോട് കാണിക്കുന്ന ജനവിരുദ്ധമായ, കേരള വിരുദ്ധമായ സമീപനത്തെ തുറന്നു കാണിക്കുക എന്നുള്ള ജനാധിപത്യപരമായ മാർഗമാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി രൂപപ്പെടുത്തുന്നത്. അതിന് കേരളത്തിലെ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്നു. അത് തീർച്ചയായും ഈ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്നൊരു മഹാപ്രക്ഷോഭമായി അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.